ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 100 വയസ്സ് കഴിഞ്ഞ ഈ തോക്കാൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. കാരണം ഇതിൻ്റെ മുമ്പ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങി മൂപ്പരെ കടയിൽ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. ഇവരൊന്നും എന്നോട് കാണുമ്പോൾ പറയും എൻ്റെ വീട്ടിലേക്കൊന്ന് വരികയാണ്. നമ്മൾ ഷോപ്പിൽ ഡെയിലി സാധനം വാങ്ങാൻ വരുന്ന ആളാണ്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ കൂട്ടുകാരനാണ്. കുറേ കാലമായിട്ട് ഉപ്പാക്കും പരിചയമുണ്ട്, എനിക്കും പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂപ്പരെ വീട്ടിൽ വന്നാൽ മൂപ്പരെ വീട്ടിലത്തെ വിശേഷമാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ തോക്ക. ഈ തോക്ക നിങ്ങൾക്ക് ശരിക്കും ഇപ്പം കറക്റ്റ് എത്ര വയസ്സായി? 100 കഴിഞ്ഞിട്ട് 5-6 മാസമായി. 100 കഴിഞ്ഞിട്ട് 5-6 മാസമായി. അപ്പോൾ 100 കഴിഞ്ഞിട്ട് 5-6 മാസമായിട്ടോ. അപ്പോൾ റാഹത്തോടെ ജീവിച്ചു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു, ഉഷാറായിട്ട് ജീവിക്കുന്നു അല്ലേ? ഒരു ദിവസം ചെല്ലുമ്പോൾ നമുക്ക് സുഖമാണ്, റാഹത്താണ്, സുഖമായിട്ട് പോകുന്നത്. അപ്പൊ കൂടുതൽ നടന്നിട്ട് കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഉഷാറിൽ നിൽക്കാൻ കഴിയുന്നത് അല്ലേ? അപ്പൊ കട തുടങ്ങിയിട്ട് കുറെ വർഷമായില്ലേ? 60 കൊല്ലത്തിന്റെ മേലെ, 60 കൊല്ലത്തിന്റെ മേലെ ഇട്ട കട. അതിന്റെ മുമ്പ് വാപ്പാപ്പാർക്ക് ലാളിയിലും നമുക്ക് കടണ്ട് വാപ്പാപ്പാർക്ക്. കടണ്ടല്ലേ? ആ കട അങ്ങനെ പോയി തുടർന്ന് പോരും. അന്നത്തെ കച്ചവടം പറ്റില് അന്ന് കുതിരവണ്ടിയിലും കാവണ്ടിയിലും കളവണ്ടിയൊക്കെ കാലത്തുണ്ട്. അന്ന് ബസ്സും കാറൊന്നുമില്ല, അന്നേ ഉണ്ട് കട. അപ്പൊ അത്രയും കാലം തലമുറ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ അന്നൊക്കെ കുതിരവണ്ടിയിലും കാവണ്ടിയിലുമാണ് സാധനങ്ങളെ കൊണ്ടല്ലേ. വണ്ടി കാര്യങ്ങളും സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത് ബസ്സും കാറും ഒന്നും ഇല്ലല്ലോ. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ബസ്സും കാറും പെട്രോളും ഒക്കെ ആയത്. അന്നേ ഞങ്ങൾക്ക് ഷോപ്പുണ്ട്. ഇപ്പോഴും നിങ്ങൾ മഞ്ചേരി പോയിട്ട് എല്ലാ ദിവസവും മഞ്ചേരി പോയിട്ട് സാധനം കൊണ്ടുപോകും. കാരണം നമ്മൾ കണ്ട പോലെ പച്ചക്കറി ഏറ്റിക്കൊണ്ടു നമുക്ക് ഏറ്റണ്ട് അവിടെ ഏറ്റിയാൽ മതി. പിന്നെ വണ്ടിക്കാര് നമുക്കൊന്നും കൊടുക്കണ്ട, പോലെ അവിടെ വീട്ടിലേക്ക് കൊടുക്കും. കാട്ടി ഞങ്ങൾ കൊണ്ടേക്ക് നമ്മളറിയില്ലെന്നാലും സാധനങ്ങളെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങളെ കണ്ട് സാധനം വാങ്ങിക്കാണ്ട് കൊടുന്നാൽ മതി, അപ്പോൾ കയറ്റി കൊണ്ടുവരും. കൊടുക്കൊന്നും വേണ്ട. അത്രയും പരിചയം ഉണ്ട്, എല്ലാവരും പരിചയമായില്ലേ? പിന്നെ ഇപ്പൊ എന്തൊക്കെ കൃഷിയൊക്കെ എന്തെങ്കിലും ചെയ്യണ്ട? കൃഷി പൂളുണ്ട്. മൂപ്പരിന്ന് കട തുറന്നില്ല. അപ്പൊ മൂപ്പര് ചെറിയ ബുദ്ധിമുട്ടായപ്പോ അങ്ങനെ അല്ലേ, ചെറിയ എന്താ ബുദ്ധിമുട്ട് പറഞ്ഞാണ്ട് കടയിൽ പോയില്ല. രാവിലെ പോയിന്, ഉച്ചയ്ക്ക് ശേഷം പോയില്ല, ചെറിയ ക്ഷീണം വന്ന പോയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ വന്നിട്ടുള്ളൂ. നമ്മള് പോയപ്പോ കണ്ടില്ല. ഇവിടെ താറാവ് എന്തൊക്കെയുണ്ടല്ലോ കൃഷി? വീട്ടിലെല്ലാം ആടെ കണ്ടല്ലേ? അത് നന്നായിട്ട് ഇപ്പം 3-4 ലക്ഷത്തിന് കൊടുത്തു അല്ലേ? അപ്പൊ ആടുകളും വല്ലല്ലേ? ആടുകളുണ്ട്, കുറച്ച് എന്നാലും ആടും പയ്യും താറാവും ഒക്കെ ഉണ്ടല്ലേ? ഞാൻ ഒച്ചിട്ട് എല്ലാം പാടായിട്ട് കഴിയുന്നില്ല. കയ്യറ്റ വൃത്തികേടാണ്. ഇപ്പൊ ചിലല്ല അവിടുന്ന് കേട്ടോളൂ. അത്ര സ്ഥലമുള്ളൂ. പിന്നെ അവിടെ ഉണ്ട്, ആ ഭാഗത്തുണ്ട്. കടന്റെ അവിടെ ഉണ്ട്. കടന്റെ അവിടെ അല്ല, അതിന്റെ അപ്പുറം ചക്കവും അവിടെ ഉണ്ട്. പിന്നെ അങ്ങേക്ക് അലക്കലുണ്ട്, കാലാബണ്ടിന്റെ അവിടെ ഉള്ളിൽ അങ്ങനത്തെ സ്ഥലമുണ്ട്. അവിടെയൊക്കെ സ്ഥലമൊക്കെ കാവന്നൂരൊക്കെ ഉണ്ട്. ഇതിനെ കുറിച്ചും എന്നാലും വലിയ വടിയില്ലാതെ നടക്കാൻ കഴിയൂലേ? വടിണ്ടായ ഒരു ബലാണ്. പിന്നെ കണ്ണാട എന്ന് വെച്ചില്ല, കണ്ണാട ബക്കലില്ല, ബച്ചിന് ബക്കലുണ്ട്. കാണിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഓപ്പറേഷൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ക്ലിയർ ആയി. അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. ആക്കെ ഓര് വിളിച്ചിക്കാട്ടെ ഹിന്ദു പറഞ്ഞ ജാഗ്രത കുറച്ച് മുമ്പ് അങ്ങനെ ഓള് കൊണ്ട് മാറ്റം പോകുന്ന പിന്നെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന് ജെൻസ് അങ്ങനെ ബക്കൽ തുടങ്ങിയിട്ടില്ല. എന്നാലും ജെൻസ് ബക്കലും ഉണ്ട്. പൈസ ഒക്കെ നമ്മൾ മോനത്ത് കൊടുക്കണം. എനിക്കാവുന്ന വേണ്ട, ഞാൻ അടുത്തോളം പൈസ അങ്ങനെ ലെൻസ് വെച്ച് റെഡിയാക്കി തന്ന കൊടുക്കാതെ ഓള് മാറ്റം പോകണമെന്ന് റെഡിയാക്കി തന്നാലേ. ഭക്ഷണ രീതി എങ്ങനെ? ഭക്ഷണം ചോറും കഞ്ഞൊന്നും അല്ല കഴിച്ചത്. കഞ്ഞിന്റെ വെള്ളം ലേശം കഴിച്ചു. പിന്നെ ഇറങ്ങിയും കെട്ടിച്ചു. പിന്നെ പൊരിച്ചത് കഴിച്ചൊന്നും കഴിക്കില്ലല്ലോ? ഇപ്പത്തെ മന്തി അങ്ങനത്തെ സംഭവം കഴിക്കില്ല. അതങ്ങനെ കഴിക്കൂല, അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. കുറെ ഇലക്കറികൾ പോത്തും കോഴിയൊന്നും കഴിക്കൂല. അത് കോഴിയൊക്കെ കഴിച്ചു. കഴിച്ചാണെങ്കിലും നേരല്ല കഴിച്ചു. രാത്രി ഒരു സാധനം ഭക്ഷണം കഴിക്കൂല. രാത്രി കഴിക്കൂല, ഒരു സാധനം കഴിക്കൂല, ഭക്ഷണം കഴിക്കൂല, രാത്രി കഴിക്കൂല. ആവശ്യത്തിന് ലേശം കഴിച്ചോളൂ, ആവശ്യത്തിനുള്ള കഴിക്കോളൂ, ഓവർ കഴിക്കൂല. ഒരു സാധനം കഴിച്ചു. ഭക്ഷണം കണ്ടില്ല, നിങ്ങൾ ഭക്ഷണം കൺട്രോൾ ചെയ്തോളി. അപ്പൊ കരിച്ചും പൊരിച്ചും കുറക്കുക, അല്ലേ? അതാ നിങ്ങൾക്ക് പറയാനുള്ളതാണ്. ഓരോട് കാണുന്നവരോട് എന്താ പറയാനുള്ളത്? കരിച്ചത് പൊരിച്ച് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. കറി വെച്ചത് എല്ലാം കുറച്ച് കഴിക്കൂലേ? കുറച്ച് കഴിക്കും, എല്ലാം കുറച്ച് കഴിക്കും. കൺട്രോൾ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മക്ക് എല്ലാരും ഇപ്പം കോളേജിലൊക്കെ നമ്മൾ ചെന്നാല്
വലിയ ഡാക്ടർമാരാണ് നോക്കുന്നത്. സർജൻ, ആ നെഞ്ചിന്റെ സ്പെഷ്യലിസ്റ്റ്, ആ ആ ഇവരൊക്കെയാണ് നോക്കുന്നത്. അതുപോലെ എല്ലാ സൗകര്യം നമ്മൾ ചെയ്തു തരും. എത്ര പ്രായം ഒരു പൈസ നമുക്ക് ഒരു നമ്മളായിട്ടുള്ള ലോകിയാണ്. അത്രയും കാലത്ത് പരിചയമുണ്ട്. നിങ്ങളെ വയസ്സിന് മാനിച്ചുകൊണ്ട് എത്ര വയസ്സായ ആൾക്കാരില്ല, 100 വയസ്സായ ആൾക്കാർ കമ്മിയാണ്. അതുകൊണ്ട് മോൻ എത്ര വയസ്സായി? 4-5 മുറിയുള്ള ആസ്പത്രി. ഞാൻ ഒരു വണ്ടിന്റെ അപകടം ഉണ്ടായില്ലേ? ലോറിന്റെ മുമ്പിലെ വെച്ചിലപ്പാറ. അന്ന് അവിടെ ഒന്നും റോഡില്ല. ആ റോഡൊക്കെ ഞങ്ങൾ കെട്ടിയ മലപ്പണിക്ക്. ഞാൻ എടുക്കാത്ത പണിയില്ല. ഏതൊക്കെ പണി കച്ചവടം മാത്രല്ലേ അന്ന് മലപ്പണി. അന്നൊക്കെ അന്ന് കടല്ല, കടണ്ട്. കട അന്ന് കാറ്റ്. ഞാനൊരു 10-50 കൊല്ലം വയനാട് ഒക്കെ നടന്നു. 50 സ്ഥലം എന്നോട് എടുത്തോളിട്ട് മാണ്ടാന്നിട്ട് വന്നു. നീലിക്കണ്ടിന്റെ അവിടെ അടിവാരത്തെ ചെന്നൈൻ്റെ അവിടെ 25 ഏക്കർ ഇവിടെ റോഡ് വക്കിന് കിട്ടിപ്പോയി. അന്നത്തെ കാലത്ത് അങ്ങോട്ടൊക്കെ പോയിന്. വാപ്പാക്ക് കടകളിൽ കടയിൽ നിന്ന് വല്ല ഇടക്ക് ലീവായി കണ്ടൊക്കെ പോകും അല്ലെ? കടയിൽ ഫുള്ളായിട്ട് വരൽ തുടങ്ങിയില്ല. അവിടെ വയനാട്ടിൽ ഒരുപാട് കാലം നടന്നു. സാഹിമാരൊപ്പം ഒക്കെ നടന്ന് പോലെ അവിടെ നാട്ടിൽ നിൽക്കാൻ പറഞ്ഞ് ഇങ്ങനൊക്കെ എല്ലാ സ്ഥലത്തുനിന്നും മാണ്ടാന്ന് ഒഴിവായി പോന്നു. ആ നീലിക്കണ്ടിന്റെ തന്നെ അവിടെ ആ വലിയ കോളേജിൻ്റെ വളരെ മുന്നും മതി. ആ കോളേജിന്റെ അതിർത്തി 4 ഏക്കർ എന്നോട് എടുത്തു. പൈസ ചെയ്തില്ല? അല്ല, പൈസ ഒന്നും കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ടോ? ഫ്രീ ആയിട്ട്. അന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടിയോ? വാങ്ങാൻ പോകുന്നു. നികുതി അടക്കാൻ കഴിയുമോ? നികുതി അടച്ചാ മതി. അപ്പൊ അടിവാരത്തിന് 25 ഏക്കർ ആ റോഡിന്റെ ഒപ്പം വെട്ടാൻ പറഞ്ഞോ തന്നെ. അന്നത്തെ കാലത്ത് വെറുതെ സ്ഥലം കിട്ടിയോ പൈസ കൊടുക്കാതെ? നികുതി അടച്ചാൽ പൈസ എടുത്തു വന്നേ. എന്റെ പപ്പേ എത്തന്നെ എത്താണ് നോക്കിങ്ങനെ മിനിറ്റിനെ മുട്ടായി പപ്പാനെ എനിക്ക് ഇഷ്ടാ? പപ്പാനെ പപ്പാനെ കുട്ടിയാ? മുട്ടായി ഇങ്ങനെ കിട്ടി. എല്ലാവർക്കും മുട്ടായി കൊടുക്കാനല്ലേ കുട്ടികൾക്ക് എല്ലാവർക്കും? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും ഒക്കെ കിട്ടണം. പീടിന്ന് വരുമ്പോ പപ്പ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരൂല്ലേ? പപ്പ വരുമ്പോ എന്താ കൊണ്ടുവരാ പീടിന്ന്? എന്താ കൊണ്ടുവരാ? നമ്മളെ നോക്കാനുള്ള കുട്ടിയാ. പേരൊക്കെ നമ്മളെ ശരിക്കും വരും. എല്ലാവരും വരുമല്ലേ? കൊറേ ആൾക്കാരുണ്ട് നിങ്ങളെ വീട്ടിലെത്ര? 100 പേരൊക്കെ ഉണ്ട്. 100 ചില്ലാനും പേരക്കുട്ടികളുണ്ട് അല്ലേ? 100 ചില്ലാനും പേരക്കുട്ടികളുണ്ട്. നിങ്ങളിപ്പോ ഇപ്പത്തെ മോന് എത്ര വയസ്സായി? ഈ ഇവിടെ ഉള്ള ഇപ്പൊ നിങ്ങള് 65 വയസ്സായി? 7 വയസ്സോ? 7 വയസ്സോളം ആയിട്ടുണ്ട് മോന് അല്ലേ? എല്ലാ കുട്ടികളും വരും. 100 ചില്ലാനും പേരക്കുട്ടികളുണ്ട്. എല്ലാവരും വരും. എല്ലാ ഗോൽക്കാരന്റെ മുൻഗണന വിട്ടുപോയി അബ്ദിമണി പോയി തന്നെ എല്ലാവരും വരും. ഇവിടെ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ ഒരു പഞ്ചായത്ത് ഫുള്ള് പപ്പാന്റെ കുടുംബക്കാരൊക്കെ അല്ലേ? ഇതുണ്ടോ? ഓളുണ്ടല്ലോ. ഓളുണ്ട് വീഡിയോ അല്ലേ? പപ്പാന്റെ ഒപ്പം. പപ്പാന്റെ കുട്ടിയാണല്ലോ. ഇത് പപ്പാന്റെ മകന്റെ കുട്ടി. ഇത് ചെറിയ കുട്ടിയാ. മകനെ കുട്ടികളുണ്ട്. അവന് ഇവന്റെ ഇതിന്റെ താഴെ ഉണ്ടല്ലേ? ചെറിയ കുട്ടികളുണ്ട് അല്ലേ? അത് ശരി. അപ്പൊ പപ്പാക്ക് ഇതാ പഞ്ചായത്ത് കുടുംബക്കാരൊക്കെ എല്ലാവരും ഇവിടെ തന്നെ പഞ്ചായത്തില്. ഒരു നില പേരക്കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാരും. ഇവരെ പേരക്കുട്ടികളും കുടുംബക്കാരൊക്കെ ഈ ഏരിയ തന്നെയാണ് അല്ലേ? മൊത്തം കുടുംബക്കാര് കാവന്നൂരുണ്ട്, കാവന്നൂര്, കിടങ്ങാലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഉണ്ട്, പൂക്കോട്ടൂരുണ്ട്, അതിലൊക്കെ ഉണ്ട്. എല്ലാ നാട്ടിലും ഉണ്ട് ഞങ്ങളെ പേരക്കുട്ടികള്. അവരൊക്കെ ഇങ്ങോട്ട് വരും. കണ്ണൂര് തലശ്ശേരി അവിടെ ഉണ്ട്. അവിടെ ഉണ്ടോ കുടുംബം? 6-7 പേരുണ്ട് അവിടെ. ഉണ്ടല്ലേ? അപ്പൊ കൊറേ കുടുംബക്കാരുണ്ടാവും. വലിയ കുടുംബമാണ്. വലിയ കുടുംബം അല്ലേ? കൈപ്പശ്ശേരി എന്ന് പറഞ്ഞാൽ വലിയ കുടുംബം. ഇത് മകന്റെ കുട്ടിയില്ലേ? മകന്റെ കുട്ടി. മകന് എത്ര കുട്ടികളാണ്? 9 കുട്ടികളുണ്ട്. അപ്പൊ മൂപ്പരെ കുട്ടിന്റെ കുട്ടിയാണിത് അല്ലേ? മൂപ്പര കുട്ടിയില്ലേ? അപ്പൊ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ. വലിയ കുടുംബമാണ്. മകന്റെ കുട്ടികളെ 9 ഉണ്ടായി. ഒരു കുട്ടികളും പല കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര രസകരമല്ല. നിങ്ങള് പെരുന്നാളൊക്കെ ആകുമ്പോ കുറെ എല്ലാവരും വന്നില്ല പെരുന്നാൾക്ക്? വീട് നിറച്ച ആൾക്കാരൊക്കെ അല്ലേ പെരുന്നാൾക്ക്? ഭയങ്കര രസകരം അല്ലേ? കുറെ ആൾക്കാരുണ്ടാവും. എല്ലാരും മകന്റെ ഒരാഴ്ച പെരുന്നാളല്ലാത്ത ദിവസമൊക്കെ എന്നും വന്നുകൊണ്ട് എന്നും വിരുന്നേരേക്കല്ലേ? എന്നും വിരുന്നേരത്തിൽ എന്നും രാത്രി എല്ലാവരും വരുമോ? അല്ലെങ്കിൽ ഞാനും ഇവിടെ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് നടന്നു. അല്ലെങ്കിൽ ഒരു വണ്ടി ബൈക്കുമേലോ മറ്റുമേലോ. വലിയ വലിയ കുട്ടികളുണ്ടോ? ജോലി ഉള്ളവരും എല്ലാവരും ഉണ്ടല്ലേ? ജോലി ഉള്ളവരും ഉണ്ട്. വലിയ പേരമാന്
NSS NSS-ല്. അതിൽ ജോലിയുണ്ട്. രണ്ടാമത്തോള് കമ്പ്യൂട്ടർ പഠിച്ചു പഠിപ്പിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ? മഞ്ചേരി. ജോലി നിങ്ങൾക്ക് 3 കുട്ടികള്, മൂപ്പർക്ക് 3 കുട്ടികള്. മൂപ്പര് ഒരു കുട്ടി മരിച്ചു, ഇപ്പൊ 2 കുട്ടികൾ, ഒരു പെണ്ണുമാണുള്ളത്. അപ്പൊ ഇപ്പൊ ഉള്ള മകനാണ് 9 കുട്ടികളല്ലേ. അപ്പൊ ഓൾക്ക് പേര കുട്ടികളായിട്ട് കുറെ ഉണ്ട്. മകക്കും ഉണ്ടാവില്ല കുട്ടികള്. മകക്ക് എത്ര കുട്ടികൾ? മകക്ക് പിന്നെ ഓല കുട്ടികളുണ്ടാവും. ഓരോ 6 കുട്ടികളുണ്ട്. ഓൽക്കുണ്ട് 7 കുട്ടികളുണ്ട്. ഓല കുട്ടികളും പേര കുട്ടികളൊക്കെ ആയിട്ട് കുറെ ഉണ്ടാവും. ഓലൊക്കെ ഇങ്ങോട്ട് വരും. ഉപ്പനെ കാണാൻ വരും. ഉപ്പാക്ക് എല്ലാരും, നിങ്ങൾക്ക് എല്ലാരും കാണുന്നത് ഭയങ്കര, എല്ലാരും കണ്ടിട്ട് മൂപ്പര് പോലും കേട്ടോ. ഞാൻ ആ വീഡിയോ പറഞ്ഞു, മാർക്കറ്റിൽ എല്ലാവരോടും കണ്ട് വർത്താനം പറഞ്ഞിട്ടേ പോലുള്ളൂ. മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ട് ആ കടക്കാരോടൊക്കെ ചോദിച്ചിട്ട് വർത്താനം പറഞ്ഞിട്ടേ പോയല്ലേ ഉള്ളൂ. കാറിൽ ഉച്ചക്കെന്നും പോണം കാറില്. പൈക്ക് വന്നിറങ്ങിയാല് മോന്റെ കജ്ജ് നാളെ കജ്ജ് വണ്ടി ഇറങ്ങിക്കാട്ട് ഇറങ്ങുണ്ടോ ഊട്ടാപ്പി? ഊട്ടാപ്പി ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്നുണ്ടേ. ഓളെ ഉമ്മ പറയല്ല, ഉമ്മ വെച്ചെടുക്കാം അവിടെ. ആ മൂപ്പര് എന്നോട് എന്നും പറയും, കാണുമ്പോഴേ വീട്ടിൽ വരണം, കടയിലേക്ക് വരണം, എന്റെ കൃഷിയൊക്കെ ഒന്ന് കാണണം എന്നും പറയും. മൂപ്പർക്ക് എല്ലാവരും കാണുന്നതും സംസാരിക്കണത് ഭയങ്കര സന്തോഷമാണ്. അതാണ് മൂപ്പരെ കാണാൻ ഞാൻ വേണ്ടി വന്നത് കേട്ടോ. അതെ, കണ്ടതിൽ വളരെ സന്തോഷം. ഇനിയും കൂടുതൽ കാലം ജീവിക്കട്ടെ, ദീർഘായുസ്സോടു കൂടി, ആഫിയത്തോടു കൂടി ജീവിക്കട്ടെ പ്രാർത്ഥിക്കാണ്. അപ്പം പ്രാർത്ഥല്ലേ നീ കാണാം. അതാണ് മൂപ്പര ചെങ്ങര അങ്ങാടിയിലുള്ള കട. പിന്നെ ബാക്ക് ഭാഗത്ത് ചെറിയ മുളകൃഷിയൊക്കെ ആദ്യം ഉണ്ടായിനി. ഇപ്പോൾ കുറച്ച് ചെറിയ മുളകൃഷികളൊക്കെ ഉള്ളു. ചെറുതായിട്ടൊക്കെ അത് മൂപ്പര് വെച്ചിട്ടുണ്ടാണ് മുളക്. അവിടെയൊക്കെ ഉണ്ടായിരുന്നു, കുറവാണ്. വാഴയൊക്കെ ഉള്ളു. അതുകൊണ്ട് വാഴയൊക്കെ